നടിയെ ആക്രമിച്ച കേസിൽ വിധി ദിനത്തിനായി ഇനിയും കാത്തിരിക്കണം. 8 വർഷത്തോളം നീണ്ട കോടതി നടപടികൾക്കൊടുവിൽ കേസിലെ വിധി ദിനം ഈ മാസം 25-ന് തീരുമാനിക്കും. നടൻ ദിലീപ് 8ാം പ്രതിയായ കേസിൽ പൾസർ സുനിയാണ് മുഖ്യപ്രതി. 2017 ഫെബ്രുവരിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുകയായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ നീണ്ട സങ്കീർണമായിട്ടുള്ള നിയമ നടപടികൾക്കൊടുവിൽ അന്തിമ വിധി എന്താകും? ആ ആശങ്കയിലാണ് ഓരോരുത്തരും. മാർച്ചിലാണ് കേസിൽ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത്. 7 വർഷത്തോളം വിചാരണ നീണ്ടു. നടി പലതവണ മേൽക്കോടതിയെ സമീപിച്ചതും പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ രാജിയും കാരണം വിചാരണ നീട്ടിവെക്കേണ്ടി വന്നിരുന്നു. 261 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 1600 രേഖകളും കോടതി പരിശോധിച്ചിട്ടുണ്ട്. ജയിലിലായിരുന്ന ദിലീപും പൾസർ സുനിയും അടക്കമുള്ളവർ ഇപ്പോൾ ജാമ്യത്തിലാണ്. 2024 സെപ്റ്റംബറിലാണ് നടിയെ ആക്രമിച്ച കേസിൽ സുനി ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. കർശന വ്യവസ്ഥകളോടെയാണ് 7.5 വർഷത്തിനു ശേഷം പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. 2017 ഫെബ്രുവരിയിൽ അങ്കമാലിയിൽ വെച്ച് ഓടുന്ന കാറിൽ നടിയെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും നഗ്ന വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തെന്നാണ് കേസ്. സിനിമാ ലൊക്കേഷനിൽ നിന്ന് മടങ്ങുകയായിരുന്ന നടിയെ പൾസർ സുനിയുടെ നേതൃത്വത്തിൽ കൊട്ടേഷൻ സംഘം തക്കം പാർത്ത് ആക്രമിക്കുകയായിരുന്നു. ഈ ആക്രമണം നടൻ ദിലീപ് നൽകിയ കൊട്ടേഷന്റെ ഭാഗമായിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി.